കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത് UAയിലെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യന്റെ ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് കഴിഞ്ഞാൽ ഹാർഡ് എക്സാം ഓൾറെഡി പാസ്സായി, ദുബായിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഏജൻസി ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. അത് ട്രസ്റ്റബിൾ ആണോ, അത് മുഖേന വന്നു കഴിഞ്ഞാൽ ജോലി അവരെ വിശ്വസിക്കാവോ, പിന്നെ ഇവിടെ വിസിറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജൻസീസിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ സബ്സ്ക്രൈബർ ചോദിച്ചതുകൊണ്ട് ഞാൻ ട്രസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ഏജൻസിനെ കുറിച്ചിട്ട് അന്വേഷിച്ചായിരുന്നു. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജോലി ഓഫർ ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്. പക്ഷെ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ടല്ല എനിക്ക് തോന്നിയത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അവര് ജോബ് ഓഫർ ചെയ്തവർ എല്ലാവർക്കും തന്നെ പ്ലേസ്മെന്റ് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ട്. അപ്പോൾ അവരെ 100% കണ്ണടച്ച് വിശ്വസിക്കുന്നത് അത്ര ബുദ്ധിപരമായുള്ള ഒരു ഇതല്ല. പിന്നെ അതുപോലെ തന്നെ ക്യാഷിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ അവരെ ട്രസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഏജൻസിനെ വിശ്വസിച്ച് അവര് ക്യാഷ് ഒക്കെ ചോദിച്ചിട്ടാണ് ജോബ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും ട്രസ്റ്റ് ചെയ്യരുത്, അവരെ വിശ്വസിക്കരുത്. ക്യാഷ് പറ്റിക്കും. അവര് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും തന്നെ ഫ്രഷേഴ്സിനെയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് തന്നെ എടുക്കുന്നില്ല. പക്ഷെ ഈ ഒരു എന്താ പറയാ ഏജൻസി മുഖേനയും കുറെ പേര് പ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസികളല്ല. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ക്യാഷ് ആണ് ആദ്യം ചോദിച്ചു വരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ചെന്ന് പെടരുത്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേക്ക് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവര് റിവ്യൂസുകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു 50-50 മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി അല്ല. അതായത് ജോബ് ഓഫർ ചെയ്ത എല്ലാവർക്കും തന്നെ പ്ലേസ്മെന്റും കൊടുത്തിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അത്ര വലിയ നല്ല ഏജൻസി ഒന്നും അല്ല. എനിക്ക് അവരെ കുറിച്ച് കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഏജൻസിനെ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ആ സബ്സ്ക്രൈബർ ചോദിച്ചത് ഹാർഡ് പാസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവിടെ നാട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കൂ. അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ടോ നോക്കൂ. ആസ് പെർ UA റൂൾ അനുസരിച്ചിട്ട് ഇവിടെ വിസിറ്റിങ്ങിൽ വന്നിട്ട് നമുക്ക് ജോലി അന്വേഷിക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂൾസ്. എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് തന്നെ എല്ലായിടത്തും ഞാൻ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ ഒന്ന് പോയി കാണാം. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡീഡ്, ലിങ്കൻഡ്, അതുപോലെ ഗൾഫ് നാക്യൂരി, അങ്ങനെ കുറെ സൈറ്റുകൾ ഉണ്ട്. അതിലെല്ലാം രജിസ്റ്റർ ചെയ്ത് നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് CV എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ലൈസൻസിനെ കുറിച്ച് എല്ലാം അപ്ലോഡ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ സൈറ്റ് എന്തൊക്കെയാന്നുള്ളത് ഡീറ്റെയിൽസ് വൈസ് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസ് പോയി കാണുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോബ് ഓഫറുകൾ വരുന്നുണ്ടോ നോക്കുക. വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഓൺലൈനിലും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ ഒക്കെ ഇതാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കയറി വരാനായിട്ട് നോക്കുക കേട്ടോ. അധികം ഏജൻസി ഞാൻ ഉറപ്പായും ആരെയും തന്നെ റെക്കമെൻഡ് ചെയ്യില്ല ഏജൻസി മുഖേന വരണം എന്നുള്ളത്. എന്താ വെച്ചാൽ ഞാനൊരു ഏജൻസി മുഖേന വന്ന് പറ്റിക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏജൻസിനെ ഒന്നും ആരെയും ഞാൻ എന്ത് ചെയ്യില്ല, വിശ്വസിക്കാനായിട്ട് പറയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം ഓൾമോസ്റ്റ് ഒരു 80% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഏജൻസികളല്ല ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഓൺ റിസ്കിൽ നിങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏജൻസിനെ വിശ്വസിക്കുക. ക്യാഷ് ചോദിക്കുന്ന ഏജൻസിനെ ഒരിക്കലും വിശ്വസിക്കരുത്. നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, അന്വേഷിച്ചാൽ കിട്ടാവുന്നതുള്ളൂ. നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടാവുന്നതുള്ളൂ. പിന്നെ ആ ഏജൻസിയിൽ പ്രീവിയസ് പോയ സ്റ്റാഫിനെ, പ്ലേസ്മെന്റ് ചെയ്ത സ്റ്റാഫിന്റെ നമ്പറുകൾ മേടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്പറിൽ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. അവര് എന്ത് ചെയ്യുക, ജെന്യൂൻ ആയിട്ട് തന്നെ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടോ, ജോബ് ഓഫർ ചെയ്ത പോലെ തന്നെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എൻക്വയറി ചെയ്യുക. ഒരു സ്റ്റാഫിനെ അല്ല, ഒന്നിൽ കൂടുതൽ സ്റ്റാഫിനെ വിളിച്ച് അന്വേഷിക്കുക. എന്നിട്ട് കറക്റ്റ് ആണോ, ഉറപ്പാണോ, ഓക്കെ അവർ ഇതാക്കുന്നുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവിടേക്ക് തലവെച്ച് കൊടുക്കുക. പക്ഷെ ക്യാഷ് ആണ് ആദ്യം ചോദിച്ചു വരുന്നെങ്കിൽ ഒരിക്കലും ക്യാഷ് കൊടുക്കരുത്. നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ജെന്യൂൻ ആയിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്ത് ജോബ് ഓഫറും കാര്യങ്ങളും ഓഫർ ലെറ്റർ എല്ലാം കിട്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാണ്ട് ആദ്യം തന്നെ ക്യാഷ് ചോദിച്ചിട്ട് ക്യാഷ് തന്നാലേ ഞങ്ങൾക്ക് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഏജൻസീസിനെ വിശ്വസിക്കരുത്. 100% ഫേക്ക് തന്നെയായിരിക്കും, ക്യാഷ് വാങ്ങി പറ്റിക്കും. ഇത് ഞാൻ കുറെ വീഡിയോസുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എഗെയിൻ ആൾക്കാർ ഓരോ ഏജൻസിയിലും പോയി പറ്റിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പോയി പോയി ഇതാവരുത്. അവർ ആദ്യം തന്നെ ആണ് രജിസ്ട്രേഷൻ ഇത്ര വേണം,
എന്നാലും ഞങ്ങൾക്ക് പ്രോസസ് ചെയ്യാം. അങ്ങനെയൊന്നും ഉള്ളവരൊന്നും വിശ്വസിക്കരുത്. എല്ലാം ഫേക്കുകളാണ്. കാശ് വാങ്ങിയിട്ട് പിന്നെ അവർ പറഞ്ഞ പോലെ ഒന്നും അവർ എന്താക്കില്ല, ജോലി തരില്ല. അപ്പോൾ അങ്ങനെ നോക്കി എന്ത് ചെയ്യുക, കാലെടുത്ത് വെക്കുക കേട്ടോ. ആണ് ആ ട്രസ്റ്റ് പോയിന്റിനെ കുറിച്ചിട്ട് എനിക്ക് 100% അറിയില്ല. എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു അറിവാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിശ്വസിക്കരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് നല്ലതാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്ക് തലവെക്കുക. അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർഡ് എന്ന് പറഞ്ഞാൽ അബുദാബി അലൈൻ ആ ഭാഗത്തൊക്കെ ഉള്ളതാണ്. അവിടെ ഹോം കെയറിനൊക്കെ അവിടെ കുറെ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു രജിസ്റ്റർഡ് നേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ചാൻസ് കൂടുതലുണ്ട്. അവിടെ അബുദാബി ആ ഭാഗത്തൊക്കെ കുറെ ഹോം കെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹോം കെയറിലെങ്കിലും ജോലി കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് ട്രൈ ചെയ്യുക. പിന്നെ അബുദാബി ആ ഭാഗത്തൊക്കെ കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാര്യങ്ങളുണ്ട്. എനിക്ക് ഒന്നും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനിൽ സൈറ്റിലെല്ലാം കയറി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എൻക്വയറി വരുന്നുണ്ടോ നോക്കുക. നല്ല ഓഫറുകൾ വരികയാണെങ്കിൽ കയറി വരിക. അപ്പൊ ഇത്രയേ ഉള്ളൂ ആ സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കുക. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.